എല്ലാ കുട്ടികൾക്കും സുഭാഷ് സാറാണ്. മറ്റൊരു +2 സേ ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സസന്തോഷം സ്വാഗതം. നമ്മളിത് ഒരു പോസിറ്റീവായിട്ട് കണ്ട് വേണം പഠിക്കാൻ, അല്ലാതെ നമ്മൾ പെട്ടുപോയി തോറ്റുപോയി എന്നുള്ള മനോഭാവത്തിൽ ഇനിയും പഠിക്കേണ്ട. നമ്മൾ തോറ്റുപോയി ഓക്കെ, അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റായി മാർക്ക് കുറഞ്ഞു പോയി, ഇനി ഇത് നല്ല മാർക്കോടുകൂടി പാസ്സാവും എന്നുള്ള പോസിറ്റീവ് മൈൻഡോടുകൂടി പഠിക്കുക. അത് പക്ഷേ ഞാൻ പറഞ്ഞു, ഒരു ഉറച്ച തീരുമാനമായിരിക്കണം, അല്ല ചുമ്മാതെ വിചാരിച്ചുകൊണ്ടാവരുത്. മാക്സിമം നമ്മൾ ടൈം, ഒരു ദിവസത്തെ ഫുൾ ടൈം നിങ്ങൾക്ക് എന്തുമാത്രം പഠിക്കാൻ പറ്റുന്നോ അത്രയും പഠിച്ചിട്ടേ നിങ്ങൾ ഉറങ്ങാവൂ. പിറ്റേ ദിവസം ആയിക്കഴിഞ്ഞാൽ ഈ തലേന്ന് ദിവസത്തെ ഫുൾ ടൈം കഴിഞ്ഞല്ലോ, തീർന്നല്ലോ. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. വയ്യാതാകുമ്പോൾ കിടന്ന് ഉറങ്ങിക്കണം, അത്രയും എനിക്ക് സേ കുട്ടികളോട് പറയാനുള്ളൂ. കാരണം ഇപ്പോഴത്തെ ആ സമയത്തിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. നമ്മൾ ഈ എക്സാം കൂടെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിസൾട്ടും വന്ന് കഴിഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം ചെയ്തോ, പാസ്സായിക്കോ. ഓക്കെ, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചോദ്യങ്ങളാണ്. പഠിച്ചോണം. നമ്മുടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നതെല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ക്വസ്റ്റൻസേ വരുന്നുള്ളൂ, അല്ലാതെ ചുമ്മാതെ ഒരു പ്രോബ്ലം ചെയ്ത് സമയം കളയാൻ വേണ്ടി നിങ്ങൾക്ക് തരുന്നില്ല. എക്സാമിന് വരുന്ന ക്വസ്റ്റൻസുകളാണ് ചെയ്തു തരുന്നത്. അതുകൊണ്ട് ഇവനെ പഠിച്ചോണം, അടിപൊളിയായിട്ട് എക്സാമിന് വരുമ്പോൾ എഴുതിക്കോണം. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. 3 സബ്ജക്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് മാത്സൊക്കെ അടിപൊളിയായിട്ട് എല്ലാം തന്ന് നിങ്ങൾക്ക് എക്സാമിന് പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ആൻസറോടെ തന്നാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് പഠിക്കേണ്ടതെന്നുള്ള പ്രശ്നമൊന്നും നിങ്ങൾ കണ്ടെത്തണ്ട. ഞാൻ തരുന്ന ക്വസ്റ്റ്യൻ ആൻസറോടെ പഠിച്ചുകൊണ്ട് പോകാം. ആദ്യം ക്ലാസ് വരും, നോട്ട്സ് വരും, പിന്നെ ക്വസ്റ്റ്യൻ പാക്കേജ്. ഓക്കെ, അപ്പോൾ പിന്നെ അതുപോലെ ഫിസിക്സും കെമിസ്ട്രിക്കും നമ്മൾ മാക്സിമം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കുട്ടിയെ പോലും ജയിപ്പിക്കാൻ വേണ്ടിയുള്ള രീതിക്കുള്ള ക്ലാസ്സാണ് തരുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, പാരാമെട്രിക് ഇക്വേഷൻസ് ആണ് കേട്ടോ. പാരാമെട്രിക് പേരൊന്നും പഠിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, പേരൊക്കെ വിട്. ക്വസ്റ്റ്യൻ കണ്ടാൽ തിരിച്ചറിയണം, അത്രയേ ഉള്ളൂ. ആളുടെ പേരറിഞ്ഞില്ലേലുവേ ആളെ കണ്ടാൽ തിരിച്ചറിയുക, നമുക്കതാണ് ഇവിടെ വേണ്ടത്. ക്വസ്റ്റ്യൻ ഇങ്ങനെ തുടങ്ങുന്ന മോനെ, ഫൈൻഡ് dy/dx. ഓക്കെ, വെൻ x = 8t² and y = 4at. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. x = 8t² and y = 4at. ഫൈൻഡ് dy/dx. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ മോനെ, x = 8t² dx/dt = 8t². ഇതെല്ലാം ഒരു പ്രശ്നമില്ലേ, ഡെറിവേറ്റീവ് എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് പാടാവും. ഒന്നുമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്, ഒന്ന് ശ്രമിച്ച് നോക്കാം അല്ലേ. 8t², അവിടെ ടി ആണ് നമ്മുടെ ഫങ്ഷൻ കേട്ടോ. എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത് t²-നെയാണ്, ആ ടി എന്ന് പറയുന്ന വേരിയബിളുള്ളതിനെ. എ കോൺസ്റ്റൻ്റ് ഇങ്ങ് മാറ്റി എഴുതി, പിന്നെ t². ഞാനിപ്പോൾ അടുത്ത പറയാൻ പോകുമ്പോൾ നിങ്ങൾക്ക് പലർക്കും ഓർമ്മയുണ്ടാവും, x². വാട്ട് ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് x²? 2x. x² 2x. ഓക്കെ, ഓർത്തോണം, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, x²-ൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്, x³ ഡെറിവേറ്റീവ് 3x² ആണ്, n(x⁻n−1) അത്രയേ ഉള്ളൂ. അപ്പോൾ x²-ൻ്റേത് 2x⁻2−1, അതാ 2x. അതൊന്ന് പഠിച്ചിരുന്നോണം. അപ്പോൾ t² ഡെറിവേറ്റീവ് 2t, x²-ൻ്റേത് 2x, t²-ൻ്റേത് 2t, a × 2t, ആൻസർ 2at. ദാറ്റ്സ് ഓൾ, കഴിഞ്ഞു. അടുത്തത് y ആണ് കേട്ടോ. y = 4at അല്ലേ, y = 4at. അവിടുന്ന് dy/dt ചെയ്യുമ്പോൾ 4at ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് t മാത്രമാണ്. ടിയുടെ ഡെറിവേറ്റീവ് എത്രയാണെന്നറിയാമോ? 1. അപ്പോൾ 4a ഇങ്ങ് മാറ്റി, കോൺസ്റ്റൻ്റ് ഇങ്ങ് മാറ്റിക്കൊണ്ട് ടിയുടെ ഡെറിവേറ്റീവ് 1, 4a × 1 4. ഇത്രയേ ഉള്ളൂ, തീർന്നില്ല, ഒരു ലൈനോട് കേട്ടോ. ദെൻ dy/dx. dy/dx വേണമെന്നുണ്ടെങ്കിൽ dy/dt/dx/dt ഇതിന് ഇവൻ കൊണ്ട് കട്ട് ചെയ്യണം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 4a ഓൺ ന്യൂമറേറ്റർ ആൻഡ് 2at ഓൺ ഡിനോമിനേറ്റർ. അവിടെ a ക്യാൻസൽ, 2 ഉണ്ട്, ഈ 4നെ കട്ട് ചെയ്ത് 2, ആൻസർ ഈസ് 2/t. കഴിഞ്ഞു. ഇത്രയുമേ ഉള്ളൂ, വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലേ, കുഴപ്പമില്ലല്ലോ, അത്യാവശ്യമൊക്കെ അല്ലയോ, നോക്കിക്കോ, ഇമ്പോർട്ടൻ്റാണ്. നെക്സ്റ്റ് ഒന്നുകൂടെ ചെയ്യുവാണ്, ഫൈൻഡ് dy/dx. വെൻ x = a sin theta and y = b cos theta. Okay,
എക്സ് ഈക്വൽ എ സൈൻ തീറ്റ, വൈ ഈക്വൽ ബി കോസ് തീറ്റ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എക്സിന് എടുത്ത് എഴുതണം മോനെ. എക്സ് ഈക്വൽ ടു എ സൈൻ തീറ്റ ഡി എക്സ് ബൈ ഡി തീറ്റ എ ഇൻറ്റു സൈൻ തീറ്റ ഡെറിവേറ്റീവ് കോസ് തീറ്റ സൈൻ എക്സ് കോസ് എക്സ്. എപ്പോഴും സൈനും കോസും ഓർത്താൽ മതി മോനെ. ഇൻ്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ എല്ലാം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. സൈൻ എക്സിന് ഡെറിവേറ്റീവ് കോസ് എക്സ്, കോസ് എക്സിന് ഡെറിവേറ്റീവ് സൈൻ എക്സ്, പക്ഷേ ഒരു മൈനസ് ഉണ്ട്, മൈനസ് സൈൻ എക്സ്. അതുപോലെയാണ് ഇൻ്റഗ്രേഷനും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. നെക്സ്റ്റ് വൈ ഈക്വൽ ടു ബി കോസ് തീറ്റ, ദെൻ ഡി വൈ ബൈ ഡി തീറ്റ ബി കോസ് തീറ്റയുടെ വരുമ്പോൾ മോനെ കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് ആരാന്ന് വെച്ചാൽ മൈനസ് സൈൻ തീറ്റ കേട്ടോ. അപ്പോൾ ബി ഇൻറ്റു മൈനസ് സൈൻ തീറ്റ, ആൻസർ ഈസ് മൈനസ് ബി സൈൻ തീറ്റ. Therefore dy by dx, dy by dx വേണമെങ്കിൽ ഇവനെ പിടിച്ച് മണ്ടയ്ക്ക് എഴുതുക. ഓക്കെ, മൈനസ് ബി സൈൻ തീറ്റ മണ്ടയ്ക്ക് എഴുതുക. ഈ എ കോസ് തീറ്റയെ പിടിച്ച് താഴെ എഴുതുക. സമയമുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എഴുതുക, ഇല്ലെങ്കിൽ വീട്ടിൽ പോവുക. വീട്ടിൽ പോകുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവുക. മൈനസ് ബി ബൈ എഴുതുക. സൈൻ തീറ്റ ബൈ കോസ്, വർഷങ്ങൾക്ക് മുമ്പോട്ട് കേൾക്കുന്നില്ലേ? സൈൻ ബൈ കോസ് ടാൻ, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ, അത്രയേ ഉള്ളൂ. മൈനസ് ബി ബൈ എ ടാൻ തീറ്റ. തീർന്നു മോനെ. ഇപ്പോൾ 2 ക്വസ്റ്റൻസുകൾ കഴിഞ്ഞു, രണ്ടും പാരാമെട്രിക് ആയിരുന്നു. മനസ്സിലായല്ലോ അല്ലേ? കുഴപ്പമില്ല, അത്യാവശ്യമൊക്കെ അല്ലേ? ഓക്കെ, ഒന്നുകൂടെ ഇരുന്ന് കാണുക, ചെയ്ത് പഠിക്കുക. ഇതേപോലുള്ള ക്ലാസ്സുകൾ വരും. ജോയിൻ ചെയ്താൽ ഫുൾ ക്ലാസ് കിട്ടും. ഗുഡ് ബൈ.